ഉപ്പുതറ പഞ്ചായത്തിൽ CPM-ലെ ഷീല രാജൻ പ്രസിഡന്റാകാൻ സാധ്യത. അയ്യപ്പൻകോവിലിൽ അജേഷ് മോഹനനും തമ്പി നാരായണനും പ്രസിഡന്റാകാനും സാധ്യതയുണ്ട്. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ സംവരണവും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണവുമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഭരണ പ്രതിസന്ധി നേരിട്ട ഉപ്പുതറ പഞ്ചായത്തിൽ LDF-ന് ഭരണം ഏകദേശം ഉറപ്പായി. 18-അംഗ ഭരണസമിതിയിൽ LDF-നും UDF-നും 8 വീതം സീറ്റുകൾ ലഭിച്ചു. ഒരു സീറ്റിൽ BJP-യും ഒരു സീറ്റിൽ സ്വതന്ത്രയും വിജയിച്ചു. ഇതോടെ പഞ്ചായത്തിന്റെ ഭരണം ഒരു മുന്നണിക്കും ലഭിക്കാത്ത അവസ്ഥയിലായി. സ്വതന്ത്ര അംഗമായ രമണി രൂപേഷ് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ 8-ാം വാർഡിൽ നിന്നും വിജയിച്ച ഷീല രാജനാണ് സാധ്യത. നിലവിൽ പ്രസിഡന്റ് വനിതാ സംവരണമാണ്. നിലവിൽ പ്രസിഡന്റ് 5 വർഷവും ഒരാൾക്ക് മാത്രമായിരിക്കാനാണ് സാധ്യത. LDF-ൽ നിന്നും വിജയിച്ചവരിൽ 7 പേരും CPM സ്ഥാനാർത്ഥികളാണ്. CPI-ക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മുൻ ഭരണസമിതി 4 അംഗമുണ്ടായിരുന്ന CPI 1-ലേക്ക് ചുരുങ്ങി. CPM നില മെച്ചപ്പെടുത്തി 4-ൽ നിന്നും 7 ഉയർത്തി. സ്വതന്ത്ര അംഗം രമണി രൂപേഷ് വൈസ് പ്രസിഡന്റാകാനും സാധ്യതയുണ്ട്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 14 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകൾ നേടി UDF ഭരണം ഉറപ്പാക്കി. SC സംവരണമാണ് പ്രസിഡന്റ്. ഈ വിഭാഗത്തിൽ നിന്നും പുല്ലുമേട്ടിൽ നിന്നും വിജയിച്ച തമ്പി നാരായണനും ചേമ്പളം വാർഡിൽ നിന്നും വിജയിച്ച അജേഷ് മോഹനനും സാധ്യതയുണ്ട്. ഇരുവർക്കും 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം വീതം വെച്ച് നൽകാനാണ് സാധ്യത. വൈസ് പ്രസിഡന്റായി 3 പേർക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. 1-ൽ നിന്നും വിജയിച്ച വിജയമ്മ ജോസഫ്, ചപ്പാത്ത് വാർഡിൽ നിന്നും വിജയിച്ച ജാൻസി ചെറിയാൻ, 5-ാം വാർഡിൽ നിന്നും വിജയിച്ച സുലോചന ചന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത. ഇവരിൽ 2 പേർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കാനാണ് സാധ്യതയുള്ളത്. ആദ്യ ടേമിൽ വിജയമ്മ ജോസഫിനും മറ്റു 2 പേരിൽ ഒരാൾക്ക് 2-ാം ടേമിലും വൈസ് പ്രസിഡന്റാകാനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇതിനായി UDF-ൽ ചർച്ച സജീവമായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.